ഹായ് ഫ്രണ്ട്സ്, എല്ലാ മേഖലകളും ഇന്ന് മാറ്റത്തിൻ്റെ പാതയിലാണ്. ഈ മാറ്റങ്ങളാകട്ടെ കടുത്ത മത്സരങ്ങൾക്കും വഴിയൊരുക്കുന്നു. ഇന്ന് കടുത്ത മത്സരങ്ങളെയും മാറ്റങ്ങളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ഇന്ത്യൻ വാഹന വിപണി. പുതിയ മോഡലുകളും നിലവിലുള്ള മോഡലുകളുടെ ഫേസ് ലിഫ്റ്റുകളും ഇന്ന് നിരത്തുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ വണ്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഇന്ന് പ്രയാസമേറിയ കാര്യമാണ്. ഒരു വാഹനത്തെ പറ്റിയുള്ള പൂർണ്ണമായ അറിവോടെ ആയിരിക്കില്ല നമ്മളിൽ പലരും ആ വണ്ടി വാങ്ങിക്കുന്നുണ്ടാവുക. ഒന്നുകിൽ അതിൻ്റെ പവറോ സ്റ്റൈലോ കംഫർട്ടോ മൈലേജോ ഇതൊക്കെ ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവുക. പക്ഷേ ഇങ്ങനെ ഒരു വണ്ടീനെ പറ്റിയിട്ടുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽഡ് റിവ്യൂ നൽകാൻ പറ്റുന്നത് അത് ഉപയോഗിക്കുന്നവരിൽ നിന്നായിരിക്കും. ഞങ്ങളുടെ പുതിയ ടിയാഗോ JTP റിവ്യൂ കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായ ടാറ്റ നിരത്തുകളിൽ ഇറക്കിയ ഏറ്റവും പുതിയ വാഹനങ്ങളിൽ ഒന്നാണ് ടിയാഗോ JTP. 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിലിരിക്കുന്നത്. 114 PS പവറും 120 Nm ടോർക്കും ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഈ വാഹനത്തെ സാധാരണ ടിയാഗോയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതിന് വേണ്ടി ഒരുപാട് മാറ്റങ്ങൾ ടാറ്റ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും കൊണ്ടുവന്നിട്ടുണ്ട്. അവയിൽ പ്രധാനമായത് പുതിയ ഫ്രണ്ട് ബമ്പർ, ഗ്രിൽ, ഹെഡ്ലൈറ്റ്, റീഡിസൈൻ ചെയ്ത റിയർ ബമ്പർ എന്നിവയാണ്. ഡുവൽ ടോൺ പെയിൻറ്റിംഗ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ടാറ്റ നെക്സോണിലിരിക്കുന്ന എഞ്ചിനിൽ കുറച്ച് പരിഷ്കാരങ്ങൾ വരുത്തിയാണ് JTPയിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും അതിൻ്റെ ഇൻടേക്ക് സിസ്റ്റത്തിലും എക്സോസ്റ്റ് സിസ്റ്റത്തിലും ഫ്യൂൽ മാപ്പിങ്ങിലുമാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഫലമായി നല്ലൊരു സ്പോർട്ടി എക്സോസ്റ്റ് നോട്ടാണ് വാഹനം പുറത്തെടുക്കുന്നത്. ഇതിൻ്റെ ഡ്രൈവിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളിൽ മികച്ച ഡ്രൈവബിലിറ്റിയുള്ള കാറാണ് ടിയാഗോ. JTPയെ ഒന്നുകൂടി സ്പോർട്ടി പെർഫോമൻസ് കാറാക്കുന്നതിന് വേണ്ടി ഒരുപാട് ഘടകങ്ങൾ ടാറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫീൽ തരുന്ന ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലും പ്രീമിയം ക്വാളിറ്റിയുള്ള ഓൾ ബ്ലാക്ക് വിത്ത് റെഡ് ഫിനിഷ് ഇൻറ്റീരിയർ തീമുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ആയതിനാൽ ഉയർന്ന സീറ്റിംഗ് പൊസിഷനും നല്ല റോഡ് വിസിബിലിറ്റിയും ലഭിക്കുന്നു. ഇത് സ്ത്രീകൾക്ക് നല്ല ഡ്രൈവിംഗ് കോൺഫിഡൻസ് പകരുന്നു. ആദ്യ ഗിയറുകളിൽ യാതൊരു ലാഗും ഇല്ലാത്ത ലീനിയർ പെർഫോമൻസ് ഡെലിവറിയാണ് വണ്ടി നൽകുന്നത്. ഉയർന്ന ഗിയറുകളിൽ അതായത് ലോ RPMൽ ചെറിയ ലാഗ് അനുഭവപ്പെടുന്നുണ്ട്. 100 കിലോമീറ്റർ വേഗം കൈവരിക്കാൻ 10 സെക്കൻഡിൽ താഴെ സമയം മാത്രമാണ് ഈ വാഹനം എടുക്കുന്നത്. ഇതിൽ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് 2 ഗിയർ റേഷ്യോ ഷോർട്ടാണ്. തേർഡ് ഗിയർ ലെങ്തി ഗിയറാണ്. ഏകദേശം 30 to 100 കിലോമീറ്റർ സ്പീഡ് വരെ ഈ ഗിയറിൽ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇത്രയും പവറുള്ള വാഹനമായിട്ട് കൂടി ടോപ്പ് ഗിയറുകളിൽ കുറഞ്ഞ സ്പീഡിലും ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 2 മോഡുകളാണ് ഈ വാഹനത്തിനുള്ളത്, സിറ്റി മോഡ് ആൻഡ് സ്പോർട്സ് മോഡ്. സിറ്റി ഡ്രൈവിങ്ങിനും ട്രാഫിക്കിനും ഉതകുന്ന രീതിയിലാണ് സിറ്റി മോഡ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഈ മോഡിൽ ഒപ്റ്റിമം പവറും ടോർക്കുമാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ ഉയർന്ന വേഗം കൈവരിക്കുമ്പോൾ ചെറിയൊരു പവർ ലിമിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്പോർട്സ് മോഡിലേക്ക് മാറുമ്പോഴാണ് വാഹനത്തിൻ്റെ യഥാർത്ഥ പെർഫോമൻസ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. വാഹനം അതിൻ്റെ മുഴുവൻ പവറും പുറത്തെടുക്കുന്നത് സ്പോർട്സ് മോഡിലാണ്. മികച്ച ആക്സലറേഷനാണ് ഈ മോഡിൽ വാഹനം കാഴ്ചവെക്കുന്നത്. ഏകദേശം 2000 RPM ആകുമ്പോഴേക്ക്
ബ്ലോ ഓഫ് വാൾവിൻ്റെ സൗണ്ടും എക്സോസ്റ്റ് നോട്ടിലെ ചേഞ്ചും നമുക്ക് ആസ്വദിക്കാം. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള 8 സ്പീക്കർ ഹെർമൻ്റെ ഓഡിയോ സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. 5 ഇഞ്ച് ടച്ച് സ്ക്രീനുള്ള സിസ്റ്റത്തിൽ റിവേഴ്സ് ക്യാമറ ഇല്ലാത്തത് എനിക്കൊരു ഡ്രോബാക്കായി തോന്നിയിട്ടുണ്ട്. ഇത്രയും പവർ നൽകുന്ന വാഹനത്തിൻ്റെ സസ്പെൻഷനിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ലോവർ ചെയ്ത സ്പ്രിങ്ങും ന്യൂ ഡാമ്പേഴ്സും 4 mm വരെ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചിട്ടുണ്ട്. മികച്ച റോഡ് ഗ്രിപ്പിനായി പുതിയ 185/60 ടയറുകളും 15 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസുമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹാൻഡ്ലിങ്ങും സ്റ്റെബിലിറ്റിയും കിട്ടുന്നുണ്ട്. കൂടാതെ ABS EBD ബ്രേക്കിംഗ് സംവിധാനവും കോർണർ സ്റ്റെബിലിറ്റി കൺട്രോളും വാഹനത്തിൻ്റെ ഡ്രൈവ് മികവുറ്റതാക്കുന്നു. ഏകദേശം 2 മാസവും 1500 കിലോമീറ്ററും ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ് ഡീറ്റെയിൽസും മൈലേജ് ടെസ്റ്റും അടുത്ത ഒരു വീഡിയോയിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഓൾ ഫോർ യുവർ ടൈം. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.